ഹായ്, ഇന്ന് നമ്മൾ എറണാകുളം വരെ ചെറിയൊരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ട് നമുക്ക് പെട്ടെന്ന് വരാം. മലാക്കി ട്രാവൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വാഹനമൊക്കെ പാർക്ക് ചെയ്തു. 60 രൂപയാണ് കാറിന് ഇവിടുത്തെ പാർക്കിംഗ് ഫീസായിട്ട് ഈടാക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു. 50 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആയത് ഇവിടുന്ന് എറണാകുളം വരെ. അങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ ട്രെയിൻ വരുന്നത്. 11 മണിക്ക് വരുമെന്ന് പറഞ്ഞ ട്രെയിനാണ്. പക്ഷേ ട്രെയിൻ വന്നപ്പോഴത്തേക്കും 11:30 കഴിഞ്ഞ്. അത്യാവശ്യം നല്ലപോലെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ട്രെയിനുകളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു റൂട്ട് അങ്ങോട്ട് കോട്ടയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പം ഇടയ്ക്ക് നല്ലപോലെ റെയിൽവേ പാളത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രെയിനുകളൊക്കെ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് ഓടുന്നത് ഇപ്പം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ചിന്ത വന്നത്, എന്തുകൊണ്ടൊരു യാത്ര പോയിക്കൂടാന്നുള്ളത്. അപ്പം താമസിക്കാതെ തന്നെ നമ്മൾ ഒരു ട്രെയിൻ യാത്ര നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം പോയിട്ട് വരുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള ട്രെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തിരുപ്പൂരിന് പോകുന്ന ട്രെയിനായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റെല്ലാം ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഡോറിൻ്റെ സൈഡിൽ നമ്മൾ നിൽപ്പായിരുന്നു എറണാകുളം വരെ. ട്രെയിൻ യാത്രയെന്ന് പറയുമ്പം തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ മിക്ക ട്രെയിനുകളും നമുക്കറിയാം, അത്യാവശ്യം ബാത്റൂം ആണെങ്കിലും എല്ലാം മോശമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ട്രെയിൻ യാത്ര ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അങ്ങനെ പോകുന്ന പോക്കിൽ നമുക്ക് കുറേ നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ കണ്ടം കൃഷിക്ക് അനുയോജ്യമായിട്ട് പൂട്ടിയിട്ടേക്കുന്നതും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകൾ, കുറേ പുഞ്ച, അങ്ങനെ കുറേ നല്ല പാടങ്ങൾ, അങ്ങനെ കുറേ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ എറണാകുളം ടൗൺ എത്താറായി.
എറണാകുളം ടൗണിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിൻ കയറാൻ. നമ്മൾ പെട്ടെന്ന് വെളിയിലിറങ്ങി. ഇതുവഴി നടന്ന് നമ്മൾ നേരെ റെയിൽവേ പാളമൊക്കെ ക്രോസ് ചെയ്ത് നേരെ നമ്മൾ പോകുന്നത് കൊച്ചി മെട്രോയിലോട്ടാണ്. മെട്രോ കയറിയിട്ട് വേണം നമുക്കിനി ലുലു മാളിലോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് എടപ്പള്ളിക്ക് ഒരു ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ നേരെ ലുലു മാളിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എടപ്പള്ളി എത്താറാവുകയാണ്. താഴെ റോഡ് മാർഗ്ഗമായിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ ടൈം എടുത്തേനെ. അത്യാവശ്യം ഞാൻ വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു താഴെ റോഡിൽ. അപ്പം മെട്രോയ്ക്ക് ആയതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് തന്നെ നമ്മൾ എടപ്പള്ളിയിലോട്ടെത്തി. ഈ മെട്രോ വന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ആശ്വാസമാണ്. ആ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലപോലെ ഇവിടുത്തെ ആൾക്കാർ മെട്രോയെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ മെട്രോയ്ക്ക് അകത്തിൽ കൂടെ തന്നെ മെട്രോ സ്റ്റേഷനിൽ കൂടെ തന്നെ നമ്മൾ ലുലു മാളിലോട്ട് കയറുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങി തിരിച്ച യാത്രയായതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. വീട്ടിലിരുന്നപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യണമെന്നൊരു മോഹം വന്നു. അങ്ങനെ നേരെ വണ്ടി എടുത്ത് നേരെ ചെങ്ങന്നൂർ വന്നു. ട്രെയിൻ ടിക്കറ്റ് എറണാകുളത്തിന് നമ്മൾ എടുത്തു. എറണാകുളത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എടപ്പള്ളി വന്ന് ലുലു മാളിലൊക്കെ ഒന്ന് കയറി കറങ്ങിച്ച് തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലെത്തിയത്. ലുലു മാളിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് ലുലു സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ബാഗൊക്കെ ടാഗ് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറിയ ടൈമിൽ തന്നെ പറഞ്ഞു വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ലുലു മാളെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ടെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാണ് അറിയുന്നത് ട്രെയിൻ രാത്രി 11 മണിക്കുള്ളത്. രാവിലെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ 8ൻ്റെ മണിയാണ് നമുക്ക് പിന്നെയും കിട്ടിയത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിൽ വന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ലോക്കം അങ്ങോട്ട് വന്നത്. നമ്മുടെ വിദേശ രാജ്യങ്ങളെ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ടൊരു പുതിയ ലോക്കം അങ്ങനെ കാണാൻ പറ്റി. പിന്നെയും ട്രെയിൻ വരാൻ വൈകുമെന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ കുറേ നേരം അവിടെ ബോറടിച്ചിരുന്ന് ഓരോ ട്രെയിനിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ട്രെയിൻ വരാനുള്ള ടൈമായി. നമ്മുടെ ട്രെയിൻ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ ലേറ്റായി. 11 മണിക്ക് വരുമെന്ന് പറഞ്ഞ ട്രെയിൻ വന്നപ്പം ഏകദേശം 11:45 ആയി. അതിനകത്തിൽ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വാഷ്റൂം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ നമുക്ക് മനം മറിക്കുന്ന പോലെ തോന്നും. അത്രയ്ക്കും വൃത്തിഹീനമായിട്ടാണ് എൻ്റെ ബാത്റൂമും വാഷ് ബേസിനൊക്കെ കിടന്നത്.
അങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ തീർത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.